ഹായ് എവരിവൺ. ക്വാണ്ടിറ്റി സർവേയുടെ തേർഡ് മൊഡ്യൂളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്റ്റിമേഷൻ ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എസ്റ്റിമേഷൻ ചെയ്യാൻ പോകുന്നത് കോളം വിത്ത് ഫൗണ്ടേഷൻ ഫൂട്ടിങ്, അതായത് അതിൻ്റെ ഫിഗർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. കോളമാണ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫൂട്ടിങ് കൂടെ വരുന്നുണ്ട്. ഈ ഫൂട്ടിങ് കോളം വിത്ത് ഫൗണ്ടേഷൻ വരുന്ന ഒരൊറ്റ സ്ട്രെച്ചിൽ ഇതെങ്ങനെ എസ്റ്റിമേഷൻ ചെയ്ത് പോകാം എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ ഫിഗറിനെ കുറിച്ച് ആദ്യം നമ്മൾ ഏത് എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്തായാലും അതിൻ്റെ ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്റ്റിമേഷൻ കറക്റ്റായി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ എലിവേഷൻ ഫ്രണ്ട് വ്യൂ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വ്യൂ നൽകിയിട്ടുണ്ട്. ടോപ്പ് വ്യൂ ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് എലിവേഷൻ. ഓക്കെ, ഇതിൽ ചെയ്യാൻ പോകേണ്ടത് നമ്മൾ ഇതിൽ RCC വർക്ക് എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ PCC വർക്കും എത്രയാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ വരുന്നത് കൊണ്ട് തന്നെ എർത്ത് വർക്കിൻ എക്സ്കവേഷൻ എത്ര എന്നുള്ളതൊക്കെയാണ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഞാൻ ഈ ഫിഗറിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഈ ഒരു ടോപ്പ് വ്യൂവിൽ നൽകിയിട്ടുണ്ട്. സ്ക്വയർ ആണ് ബോട്ടം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകും. ഈ ഒരു ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു എലിവേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇതിൽ ട്രപ്പിസോഡൽ പോർഷനാണ്. അതുപോലെ തന്നെ ബോട്ടം റെക്റ്റാങ്കിളും അല്ലെങ്കിൽ സ്ക്വയർ, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഈ ഭാഗം ട്രപ്പിസോഡിലും, ശേഷം ഈ വരുന്നൊരു ഭാഗം സ്ക്വയർ ആയിട്ടുള്ള ഭാഗവും ഇതിന് മുകളിൽ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നോക്കാം. ഇതിൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ ഡയമെൻഷൻ 2 മീറ്റർ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഞാനിത് ഈ ഡ്രോയിങ്സ് ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് എസ്റ്റിമേഷൻ ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് വർക്ക് എർത്ത് വർക്കിൻ എക്സ്കവേഷൻ എന്നുള്ളതാണ്. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. ഓക്കെ, നമ്പർ 1 ഫൗണ്ടേഷൻ, ഒരു ഫൗണ്ടേഷൻ നിലയ്ക്ക് നമ്പർ 1 എക്സ്കവേഷൻ ചെയ്യേണ്ട ഭാഗം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. GLA ഗ്രൗണ്ട് ലെവല് വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ലെവലിന് താഴോട്ടാണ് എക്സ്കവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്ലാൻ വ്യൂവിൽ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ നൽകിയിട്ടുണ്ട് 2 മീറ്ററാണ് അതിൻ്റെ ബ്രെഡ്ത്ത്, അതുപോലെ 2 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത്ത് 2 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ. അപ്പോൾ 2 മീറ്ററിലായതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 2 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ. ഇനി ഇതിൽ ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് ബോട്ടം വരെ എത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഈ ഒരു സ്ക്വയർ പോർഷൻ വരെ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം വരെ വരുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ഫിഗറിൽ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടം മുതൽ ഇവിടം വരെ നൽകിയിട്ടുള്ളത് 75 സെൻറ്റിമീറ്റർ ആണ്. ആ 75ൻ്റെ കൂടെ തന്നെ താഴോട്ട് അഡീഷണൽ ആയിട്ട് 8 സെൻറ്റിമീറ്റർ PCC നൽകുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈറ്റ് എന്നുള്ളത് 75 സെൻറ്റിമീറ്റർ പ്ലസ് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 83 സെൻറ്റിമീറ്റർ. മീറ്ററായി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരിക, 0.83. ഓക്കെ, ഇനി ഇത് 3 കൂടെ അല്ലെങ്കിൽ ഈ 4 കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 3.32 മീറ്റർ ക്യൂബ്. ഇത്രയും നമ്മൾ വോളിയത്തിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അടുത്ത വർക്ക് സിമെന്റ് കോൺക്രീറ്റ്. One is to 4:8, അതായത് PCC വർക്കാണ്. ബോട്ടത്തിലുള്ള ഇൻ ബേസിലുള്ള PCC വർക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ PCC വർക്ക് ഫിഗർ നോക്കുക. ഇതാണ് PCC, അതായത് ഈ 8 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗത്താണ് നമ്മൾ PCC ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ PCC ചെയ്യേണ്ട അതിൽ ടോപ്പ് വ്യൂവിൽ ഈ ഏതാണ്ട് നല്ല ഈ ഒരു ഡയമെൻഷൻ തന്നെയാണ് അതിൻ്റെ പ്ലാനിൽ വരിക. ഈ ഒരു സ്ക്വയർ പോർഷനാണ് ടോപ്പ് വ്യൂവിൽ നമ്മൾ അതിൽ PCC ചെയ്യേണ്ടതായിട്ട് വരിക. അതിൻ്റെ ഹൈറ്റ് PCC ചെയ്യേണ്ട ഹൈറ്റ് എന്നുള്ളതാണ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ PCC ചെയ്യേണ്ടത് നമ്പർ 1 അതിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ തന്നെ. അത് എത്രത്തോളാണ് നമ്മൾ ട്രെഞ്ച് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നത് അതിനകത്താണ് നമ്മൾ PCC ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് ആ എക്സ്കവേഷൻ ചെയ്ത കുഴിയുടെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ PCC ചെയ്യണം, അത്രയും ബ്രെഡ്ത്തിൽ PCC ചെയ്യണം. ഇനി ഹൈറ്റ് ആണ്. എക്സ്കവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ PCC ചെയ്യുന്നില്ല, അതിൽ ഒരു ഹൈറ്റ് വരെ. ആ ഹൈറ്റ് എന്നുള്ളത് വളരെ ഫിഗറിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്നത് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08 മീറ്റർ എന്നുള്ളതായിട്ട് വരും. മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചെയ്യാറുള്ളത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.32 മീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്ന വർക്ക് എന്നുള്ളത് RCC വർക്ക്. (1:2:4) in footing. Excluding steel and its bending. Okay, RCC വർക്കാണ് 1:2:4 എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് വർക്ക്. RCC PCC നമ്മൾ വ്യത്യാസം, ഈ PCC വരുന്ന ഭാഗത്ത് നമുക്ക് അതിൽ റെയിൻഫോഴ്സ്മെന്റ് വരുന്നില്ല, മുകളുടെ ഭാഗത്ത് റെയിൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി മാത്രമാണ് കാണാൻ പോകുന്നത്, സ്റ്റീലിൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തും. ഓക്കെ, അതാണ് ഇവിടെ എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം RCC വർക്ക് 1:2:4 ഇൻ ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഭാഗം ഇത്രയും ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫൂട്ടിംഗ് എന്ന് വരുന്ന ഭാഗം അതിന് മുകളിൽ വരുന്ന ഈ എബവ് ഗ്രൗണ്ട് ലെവലിൽ ഫൂട്ടിംഗ് വരുന്ന ഭാഗം 2 ഭാഗമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൂട്ടിങ്ങിൽ വരുന്ന ഭാഗം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത്, ശേഷം ഫൂട്ടിങ്ങിന് ശേഷമുള്ള ഭാഗം പറയും. ആദ്യം ഫൂട്ടിങ്ങിന് താഴെയുള്ള അല്ലെങ്കിൽ ഫൂട്ടിങ്ങിന്റെ ഭാഗം എന്ന് പാർട്ട് ചെയ്യുന്ന സമയത്ത് ബോട്ടം സ്ക്വയർ പോർഷൻ അതായത് ബോട്ടം സ്ക്വയർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, ഫിഗർ നോക്കൂ, ഇത്രയും ഭാഗം, അതായത് ഈ 25 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗം കണ്ടോ, അത് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് മുകളിലാണ് ട്രപ്പിസോയിഡൽ ഭാഗം വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് അത് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കിയിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൂട്ടിംഗ് വരുന്ന ഈ ബോട്ടം സ്ക്വയർ പോർഷനിൽ ബോട്ടം സ്ക്വയർ ആയിട്ടുള്ള ഭാഗം എന്നുള്ളത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 8 സെൻറ്റിമീറ്റർ മുകളിൽ 25 സെൻറ്റിമീറ്റർ, ഈ 25 സെൻറ്റിമീറ്റർ ആ വരുന്ന ഭാഗത്തെ RCC വർക്കാണ്. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു സ്ക്വയർ പോർഷനാണ് നമുക്ക് വരുന്നത്. ദെൻ അതിൻ്റെ ലെങ്ത് എന്നുള്ളത് 2 മീറ്റർ തന്നെ, കാരണം അതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ ഡയമെൻഷൻ ഈ പ്ലാനിൽ നൽകിയിട്ടുണ്ട് 2 എന്നുള്ളത് 2 മീറ്റർ. ഇനി അതിൻ്റെ ഹൈറ്റാണ് ചേഞ്ച് ആവുക. ഹൈറ്റ് എന്നുള്ളത് എത്രയും ഭാഗത്താണ് സ്ക്വയർ ആയിട്ട് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം. 8 സെൻറ്റിമീറ്റർ PCCയിൽ പോയതാണ്. അതിൻ്റെ മുകളിൽ ഇവിടെ മുതൽ ഇവിടം വരെ ഈ സ്ക്വയർ ആയിട്ടുള്ള ഭാഗം വരെ 25 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അതിനെ കൺവേർട്ട് ചെയ്തുമ്പോൾ 0.25 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇത് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 1 മീറ്റർ ക്യൂബ് എന്നായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന മറ്റൊരു ഭാഗം എന്നുള്ളത്, അതായത് ഈ ഫൂട്ടിംഗ് തന്നെ നമ്മൾ സ്ക്വയർ ഭാഗം ചെയ്തു, ഇനി അതിൽ ട്രപ്പിസോഡൽ പോർഷനും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കുറവ് കാരണം ഞാൻ ഇത്രയും ഭാഗം മായ്ച്ചു കളയാണ്. ട്രപ്പിസോയിഡൽ പോർഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ PCC ചെയ്തു, ശേഷം സ്ക്വയർ ആയിട്ടുള്ള ഭാഗത്തിൽ RCC വർക്ക് ചെയ്തു. ഇനി ഇതിന് മുകളിൽ ഈ ട്രപ്പിസോയിഡലായിട്ട് വരുന്ന ഈ ഭാഗം, അതാണ് ഈ ട്രപ്പിസോയിഡൽ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ട്രപ്പിസോയിഡൽ അത്രയും അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടെത്തണം. ട്രപ്പിസോയിഡൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, സാധാരണ ഇവിടെ നോക്കൂ, ലെങ്ത്തിൻ്റെ ബ്രിഡ്ത്ത് ഏരിയൻ്റെ ഹൈറ്റ് വോളിയം, ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. കണ്ടോ, മീറ്റർ ക്യൂബ് വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്.
ഇവിടെ ട്രപ്പീസോഡിൽ നമുക്ക് അങ്ങനെ ഏരിയ കണ്ടെത്താൻ ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ട്രപ്പീസോഡ് റൂൾ വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോണത്. അതിന്റെ ഇക്വേഷൻ എന്നുള്ളത് h/6 ഇൻറ്റു a1 പ്ലസ് a2 പ്ലസ് 4am എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇത് വോളിയം ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ്. എച്ച് എന്നുള്ളത് ആ ട്രപ്പീസോയിഡൽ പോർഷൻ്റെ ട്രപ്പീസോയിഡലായിട്ട് വരുന്ന ഭാഗത്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ്. കണ്ടോ, നോക്കൂ, ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് ഈ ട്രപ്പീസോയിഡൽ വരെ വരുന്ന ഭാഗത്തുള്ള ഹൈറ്റ് എന്നുള്ളത് 50 സെൻറ്റിമീറ്റർ ആണ്, 50 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 50 സെൻറ്റിമീറ്റർ മീറ്ററായി കൺവേർട്ട് ചെയ്തു. 150/6 ഇൻറ്റു a1 എന്നുള്ളത് ഞാൻ ഈ ഫിഗർ ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ട്രപ്പീസോഡിൽ വരുന്നത്. ഓക്കെ, ഈ ഭാഗം 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇത് കറക്റ്റ് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ക്യൂബിക് ഫോമിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ലെങ്ത് 2 മീറ്റർ ആണെങ്കിൽ ബ്രെഡ്ത്തും 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ അടിയിൽ സ്ക്വയർ ഭാഗം എന്ന് പറയാം. അപ്പോൾ 2 ഇൻറ്റു 2 അതായത് 2 സ്ക്വയർ പ്ലസ് a2 എന്നുള്ളത് a1 എന്നുള്ളത് ഈ ബോട്ടം ഏരിയ ആണെന്നുണ്ടെങ്കിൽ a2 ടോപ്പ് ഏരിയ, ഈ ഭാഗത്തുള്ള ഏരിയ. ഇതിന്റെ അളവ് എന്നുള്ളത് അവിടെയും സ്ക്വയർ പോർഷൻ ആണ് വരിക. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്നുള്ളത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 35 സെൻറ്റിമീറ്റർ. 35 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയും കാണിച്ചിട്ടുണ്ട് 35 സെൻറ്റിമീറ്റർ. ഈ ഭാഗത്തെ ഡയമെൻഷൻ 35 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെയും വളരെ കൃത്യമായിട്ട് 35 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം 35 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 0.35 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇനി 4 ഇൻറ്റു am 4am എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ്, അതായത് മീഡിയം ഏരിയയുടെ ആവറേജ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 0.35 സ്ക്വയർ ബൈ 2 ഇതാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന രീതി. അപ്പോൾ എ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 1.26 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ RCC വർക്ക് എന്നുള്ളത് ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇതിന് 2 കൊടുക്കുക എന്നുണ്ടെങ്കിൽ ടോട്ടൽ എന്നുള്ളത് ടോട്ടൽ 1+2 അതായത് RCC വർക്ക് നമ്മുടെ എന്താ പറയുക ഫൂട്ടിങ്ങിന് താഴെ വരുന്ന ഭാഗത്ത് വരുന്ന RCC വർക്കിന്റെ വോളിയം എത്ര എന്നുള്ളതാണ്. 1+2 = 1 + 1.26 എന്ന് പറഞ്ഞാൽ 2.26 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം ഫൂട്ടിങ്ങിന് മുകളിൽ വരുന്ന ഗ്രൗണ്ട് ലെവലിൽ മുകളിൽ വരുന്ന ഭാഗത്തെ RCC വർക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എർത്ത് വർക്കിൻ്റെ എക്സ്കവേഷൻ കണ്ടെത്തി, അതുപോലെ തന്നെ PCC എത്രയെന്നുള്ളത് കണ്ടെത്തി, അതുപോലെ തന്നെ RCC വർക്കിൽ നമ്മൾ ഈ ഒരു സ്ക്വയർ ഭാഗത്തുള്ള കണ്ടു, അതുപോലെ തന്നെ ട്രപ്പീസോഡിലും കണ്ടു. ഇനി RCC വർക്കിൽ ഇതിന് മുകളിൽ അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ ഭാഗത്തുള്ളതാണ് കണ്ടെത്തിയത്. ഇനി ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഈ ഭാഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗം ചെയ്യുന്ന സമയത്ത് നമ്മളിത് 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗം ഈ ഒരു 60 സെൻറ്റിമീറ്റർ വരെ ഇതൊരു എന്താ പറയുക സ്ക്വയർ ആയിട്ടുള്ള പോർഷനാണ്, സ്ക്വയർ ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അതായത് ഇതിൻ്റെ തന്നെ നേരെ പ്രൊജക്ഷനാണ് മുകളിലോട്ട് വരുന്നത്. ഇവിടെ സ്ക്വയർ ആണല്ലോ, അപ്പോൾ ഈ സ്ക്വയർ തന്നെയാണ് നേരെ പ്രൊജക്ഷൻ വരുന്നത്. അവിടെ മുതലാണ് നമ്മുടെ എന്താ പറയുക കോളം വരുന്നത്. അപ്പോൾ ഈ കോളം എന്നുള്ളത് കോളത്തിൻ്റെ ഷേപ്പ് എന്നുള്ളത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 30 സെൻറ്റിമീറ്റർ ഡയ എന്ന് തന്നിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ഡയ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ഡയമീറ്ററാണ് 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും നമുക്കത് സർക്കുലർ ഷേപ്പാണ് എന്നുള്ളത്. ഇവിടെ നോക്കൂ, 35 സെൻറ്റിമീറ്റർ എന്ന് തന്നത് അതിൻ്റെ ഈ ലെങ്ത് ആണ്, അതായത് സ്ക്വയർ ആയിട്ടുള്ള ഭാഗമാണ്. അത് ഫിഗറിലും വളരെ പ്ലാനിലും വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ. എന്തായാലും ചെയ്ത് നോക്കാം. RCC വർക്ക് 1:2:4 ഇൻ കോളം above ഗ്രൗണ്ട് ലെവൽ ഞാൻ GL എന്ന് കാണിക്കുന്നുള്ളൂ. above ഗ്രൗണ്ട് ലെവൽ എക്സ്ക്ലൂഡിംഗ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ്.
ഓക്കെ, ഇൻക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇൻവെന്ററി. ഇനി ഞാൻ പറഞ്ഞു അതിൽ ഒരു ഭാഗം സ്ക്വയർ ആണ്, ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ ഈ 60 സെന്റിമീറ്റർ വരെ സ്ക്വയർ ആയിട്ടുള്ള പോർഷനാണ്, അതിന് മുകളിൽ സർക്കുലർ ഷേപ്പിലുള്ള പോർഷനാണ് ഉള്ളത്. അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള പോർഷനാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്. സ്ക്വയർ പോർഷൻ ബിലോ പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവൽ വരെ സ്ക്വയർ പോർഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്പർ 1. ഇനി ചെയ്യാൻ പോണ്ടത് അതിന്റെ ബ്രെഡ്ത്ത് എത്ര എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലെങ്ത് എത്ര എന്നുള്ളതാണ്. ലെങ്ത് ഫിഗറിൽ നിന്നും കറക്റ്റായി ലഭിക്കും. സ്ക്വയർ പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം എത്രയാണ് വന്നത്, ഇതാണ് നേരെ പ്രൊജക്ഷൻ വരുന്നത്. ഇതിന്റെ ഫിഗറാണ്, ടോപ്പ് വ്യൂ ആണ്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നൽകിയിട്ടുള്ളത്, നമ്മുടെ പ്ലാനിൽ നൽകിയിട്ടുള്ളത് 35/35. അപ്പോൾ അതിന് ലെങ്ത് എന്നുള്ളത് 35 സെന്റിമീറ്റർ. അതിനെ കൺവേർട്ട് ചെയ്തുമ്പോൾ 0.35. ബ്രെഡ്ത്ത് 35 സെന്റിമീറ്റർ. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.35 മീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഹൈറ്റാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഹൈറ്റ് എന്നുള്ളത് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. 60 സെന്റിമീറ്റർ സൈഡിൽ കാണാം, 60 സെന്റിമീറ്റർ. ഓക്കെ, 60 സെന്റിമീറ്ററിനെ മീറ്ററായി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.60 മീറ്റർ എന്നുള്ളത് വരും. ഓക്കെ, ഇനി എന്തായാലും ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.074 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അതിന് ശേഷം വരുന്നത് അതിന് മുകളിൽ സ്ക്വയർ പോർഷന് മുകളിൽ വരുന്ന സർക്കുലർ പോർഷൻ ആണ്. ഓക്കെ, അതോടെ ചെയ്ത് നോക്കാം. സർക്കുലർ പോർഷൻ എബവ് പ്ലിന്ത് ലെവൽ, അതായത് നമ്മുടെ കോളത്തിന്റെ ഭാഗം, പ്ലിന്തിന് മുകളിലുള്ള കോളത്തിന്റെ ഭാഗം. അങ്ങനെ നമ്പർ 1. ഓക്കെ, സർക്കുലർ പോർഷൻ ആണെന്ന് പറഞ്ഞു. റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് വോളിയം കിട്ടും. സർക്കുലർ ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, സർക്കുലറിന് ആദ്യം ഏരിയ കാണണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ π/4 d² എന്നാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇക്വേഷൻ എഴുതാം π/4 d². അപ്പോൾ ഏരിയ ആയി ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ വോളിയമായി. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. π/4 ഡി എന്നുള്ളത് ഡയമീറ്റർ അതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത കാര്യമാണ്. 30 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. അപ്പോൾ മീറ്ററെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.30 മീറ്റർ ഇൻറ്റു എച്ച്. അപ്പോൾ ഏരിയ ആണ് കംപ്ലീറ്റ് ആയി. π/4 d², π/4 0.32 എന്ന് പറഞ്ഞാൽ ഏരിയ ആയി ഇൻറ്റു എച്ച്, ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വോളിയം ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഹൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് നോക്കാം. കണ്ടോ, 3.30 ഇത്ര വരെ. ഇനി അതിന് മുകളിൽ വരുന്ന ഈ ഭാഗം എന്നുള്ളത് അത് ബീമാണ്. ബീം ഭാഗം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല, അത് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്തതാണ്, അവിടെ മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3.30 അതാണ് ഈ സർക്കുലർ പോർഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 3.30. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.233 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ എന്തായാലും ടോട്ടൽ വാല്യൂ, അതായത് നമ്മുടെ എന്താ പറയാ, എന്താണ് ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന ഈ കോളം, അതുപോലെ തന്നെ പ്ലിന്ത്, അതിന്റെ ടോട്ടൽ RCC വർക്കിന്റെ ക്വാണ്ടിറ്റി അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്പർ 3 കൊടുത്തു, പിന്നെ നമ്പർ 4 കൊടുത്തു. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്പർ കൊടുക്കുന്നത്. 0.3ഉം 4ഉം ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0.307 മീറ്റർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ വർക്ക്, സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി, RCC വർക്കിൽ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കാം. 5th one, steel reinforcement bar including bending. ഓക്കെ, ഹെഡിങ് കൊടുത്തു. അതിൽ ഫസ്റ്റ് വൺ, ആദ്യത്തെ ബാർ, മൊത്തം ബാറിന്റെ ഹെഡിങ് ആണ് കൊടുത്തത്. അതിൽ ആദ്യം വരുന്ന ബാർ എന്നുള്ളത് 12 mm ഡയാ ബാർ ഇൻ ബേസിൽ വരുന്ന 12 mm ഡയാ ബാർ. ഓക്കെ, ഫിഗർ നോക്കാം ഏതാ എന്നുള്ളത്. ഓക്കെ, ഇതാണ് 12 mm ഡയാ ബാർ. ഈ കാണിച്ചിട്ടുള്ള ബാറാണ് 12 mm ഡയാ ബാർ. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. എത്ര നമ്പർ ബാർ ഈ 2 മീറ്ററിൽ
ഇങ്ങനെ 1 2 3 6 എത്ര എണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാർ, അങ്ങനെ എത്ര നമ്പർ ഓഫ് ബാർ കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എങ്ങനെ എത്ര ബാർ ഉണ്ട് എന്നത് കണ്ടെത്തണം. ഒരു സൈഡ് കണ്ടെത്തിയാൽ മതി, കാരണം രണ്ടും സ്ക്വയർ പോർഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് കണ്ടെത്തിയാൽ മതി, ലെങ്ത്ത്. ഇപ്പോൾ നമ്പർ സൈഡ് കണ്ടെത്തിയിട്ട് ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് സൈഡും ഒരുമിച്ച് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്പർ കണ്ടെത്തണം. നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്ത് എന്നുള്ളത് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ ലെങ്ത് എന്നുള്ളത് 2 മീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ മൈനസ് സൈഡ് കവർ ഇക്വേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് രണ്ട് സൈഡിലെ സൈഡ് കവർ ബൈ സ്പേസിങ് +1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഇതാണല്ലോ ബാർ. ഫിഗർ കാണിക്കാം. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാർ. ഇങ്ങനെ ബാർ പ്ലേസ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ എത്ര ബാർ ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മുകളിൽ എത്ര ബാർ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് എന്നുള്ളത് 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സൈഡ് കവർ. ഓക്കെ, ഈ സൈഡ് രണ്ട് സൈഡ് കവറും സബ്സ്ട്രാക്ട് ചെയ്യണം, കുറക്കണം. ഓക്കെ, സ്പേസിംഗ് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, 15 സെന്റിമീറ്റർ എന്നുള്ളത്. ഓക്കെ, ഫിഗർ നോക്കൂ. 12 mm ബാർ 15 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ബോത്ത് വേ, രണ്ട് വഴിയിലാണ്, രണ്ട് ഭാഗത്തും ഒരുപോലെ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫിഗർ ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ ഈ സൈഡും ഈ സൈഡും, ഒരു സൈഡ് നമ്മൾ 4 സെന്റിമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് സൈഡ് കവർ ആയിട്ട്, ഈ സൈഡും 4 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 8 സെന്റിമീറ്റർ. അപ്പോൾ 2 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ മൈനസ് സൈഡ് കവർ എന്നുള്ളത് 8 സെന്റിമീറ്റർ, മീറ്ററെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08 ബൈ സ്പേസിംഗ് എന്നുള്ളത് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു, 0.15 മീറ്ററെ കൺവേർട്ട് ചെയ്യുമ്പോൾ +1 ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 14 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 12 mm ആയ ബാർ വേണ്ടത് 14 നമ്പർ ഒരു സൈഡിൽ 1 വേല് ഇങ്ങനെ 14 ബാർ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ 14 പ്ലേസ് ചെയ്ത് പോകണം. അപ്പോൾ 14 + 14 28, അതായത് 14 × 2, 14 ഗുണിക്കണം 2 എന്ന് മാർക്ക് ചെയ്യും, 14 × 2. ഓക്കെ, ഇനി ആ ബാറിന്റെ ലെങ്ത് കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എത്ര എന്നത് ലഭിക്കും. നോക്കാം ലെങ്ത് എങ്ങനെ കാണുന്നത്. ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഫിഗർ വരച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബാർ വന്നു കഴിഞ്ഞാൽ ലെങ്ത് എന്നുള്ളത് ടോട്ടൽ ലെങ്ത് 2 മീറ്റർ, 2 മീറ്റർ മൈനസ് സൈഡ് കവർ 0.08 പ്ലസ് ഹുക്സ്. ഈ ഹുക്സിന്റെ കാണണം. ഒരു ഹുക്സ് ആണെങ്കിൽ 95 ആണ്. അപ്പോൾ 2 ഹുക്സ് ആണെങ്കിൽ 295. ഞാൻ ഇക്വേഷൻ കാണിക്കുന്നുണ്ട്. 2 മൈനസ് സൈഡ് കവർ പ്ലസ് ഹുക്സ്, അതായത് നമ്മളതിന് 2 × 9 5 എന്നാണ് കാണിക്കാറുള്ളത്. 5 എന്നുള്ളത് ഇതിന്റെ ബാറിന്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പൊ 2 മൈനസ് സൈഡ് കവർ 0.08 പ്ലസ് 295 എന്ന് പറഞ്ഞാൽ 2 × 9 × 5 എന്നുള്ളത് 12 mm ആണ്. 0.012 mm മീറ്റർ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2.14 മീറ്റർ എന്നായിരിക്കും. 2.14 മീറ്റർ. ഓക്കെ, അപ്പോൾ ലെങ്ത് 2.14 മീറ്റർ. ഓക്കെ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 12 mm ആയ ബാർ എത്ര വേണം എന്ന് കിട്ടും. 14 × 2 28 എണ്ണം, 28 നമ്പർ, 2.14 അതിന്റെ ലെങ്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് 59.92 മീറ്റർ. ഓക്കെ, അത് നമ്മൾ ബാർ കാണുമ്പോൾ മീറ്ററിലാണ് കണ്ടെത്തുന്നത് എത്ര ലെങ്ത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കിലോഗ്രാമിലാണ്. കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കൂടെ ഒരു ഫാക്ടർ തരും ക്വസ്റ്റ്യനിൽ. ആ ഫാക്ടർ ഇതിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാമിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ എന്തായാലും കിലോഗ്രാം കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നില്ല, മീറ്റർ ആയിട്ട്. ഇനി അതൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഫാക്ടർ ഞാൻ ഇതിന് കൂടെ പറഞ്ഞ് പോകുന്നില്ല എന്നർത്ഥം. ഇനി അടുത്ത ബാർ വരുന്നത് 16 mm ആയ ഡബിൾ ബാറാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ബാർ കഴിഞ്ഞു, ഇനി അടുത്തൊരു ബാർ വരുന്നത് കണ്ടോ, ഡബിൾ ബാർ 6 നമ്പേഴ്സ് 16 mm ഡയ, 16 mm ഡയമീറ്റർ ഉള്ള 6 ബാർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 60 mm ഡയ ഡബിൾ ബാർ.
ഡബിൾ ബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കാനുള്ള നമ്പർ 60 mm ഉണ്ടായ 6 നമ്പർ ഓഫ് ബാർ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നല്ല ഫിഗറിൽ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ 6 സെപ്പറേറ്റ് കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അതിന്റെ ലെങ്ത് കണ്ടാൽ മതി. ലെങ്ത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം, ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ലെങ്ത് നോക്കൂ. ഡബിൾ ബാർസിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഡബിൾ ബാർ വരുന്നത് കണ്ടോ 45 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഗ്രൗണ്ട് ലെവലിൽ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ ഡാർക്കായിട്ട് മാർക്ക് ചെയ്തുള്ളതാണ് ഡബിൾ ബാർ. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ 40 സെന്റിമീറ്റർ പ്ലസ് താഴോട്ട് വീണ്ടും പോകുന്നുണ്ട്. ഒരു ഡബിൾ ബാറിന്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിന്റെ കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ വരുന്നു 75 സെന്റിമീറ്റർ ഹൈറ്റിൽ വരെ ഡെപ്തിൽ വരെ വരുന്നുണ്ട്. പക്ഷേ 75 അത്രയും ഡെപ്തിൽ മീറ്റ് ചെയ്യുന്നില്ല. ഒരു സൈഡ് കവർ കൂടെ അതിന് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിന് പുറമെ ഒരു 15 സെന്റിമീറ്റർ അത് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് അതിന്റെ അവസ്ഥ ഫിഗർ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു ബാർ വന്നു, ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ബാർ ഇങ്ങനെ വരുന്നു. ഇത് 60 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. പക്ഷെ ബാർ വരുന്നത് ഇത്ര ഉള്ളൂ, 45 സെന്റിമീറ്റർ ആയിട്ടുള്ളൂ. അവിടുന്ന് ഇങ്ങനെ വന്നു 45 സെന്റിമീറ്റർ, ദെൻ വീണ്ടും 75 സെന്റിമീറ്റർ ഹൈറ്റിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന് മീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ വന്ന് ബെൻഡ് ചെയ്ത് പോവാണ്. ഇത്രയും ഹൈറ്റ് എന്നുള്ളത് 75 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 45 പ്ലസ് 75 മൈനസ് ഈ ഇത്രയും ഭാഗം കവർ, അതായത് കവർ, ഈ കവറും സബ്സ്ട്രാക്ട് ചെയ്യുക, പ്ലസ് ഈ ബെൻഡ് ആഡ് ചെയ്തെടുക്കുക. ഈ ബെൻഡ് എത്രയാ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഈക്വൽ ടു 45 എന്ന് പറഞ്ഞു, മീറ്ററായി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.45 പ്ലസ് ഈ ലെങ്ത് എന്നുള്ളത് 75 ആണ്. ടോട്ടൽ ലെങ്ത് 75. നമുക്ക് 75 ആവശ്യമില്ലെങ്കിൽ പോലും 75 എഴുതി. ഇനി കുറയ്ക്കാനുള്ള ഭാഗം, ഈ സൈഡ് കവർ ഇത്രയും ഭാഗം കുറയ്ക്കുന്നുണ്ട്. അത് ടോട്ടൽ കുറക്കുന്നത് 80 സെന്റിമീറ്റർ ആണ്, അതായത് 0.08 മീറ്റർ. ഓക്കെ, പ്ലസ് ഒരു ബെൻഡിങ് അതിന് കൂടെ വരുന്നുണ്ട്. അത് ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. അത് ഫിഗറിൽ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ബെൻഡ്, 15 സെന്റിമീറ്റർ ബെൻഡ്. അപ്പൊ അതിനെ നമ്മൾ മീറ്ററായി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 1.27 മീറ്റർ. 1.27 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 1.27 മീറ്റർ. ഓക്കെ, ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 7.62 മീറ്റർ ടോട്ടൽ ലെങ്ത്, ബാറിന്റെ ലെങ്ത് കിട്ടും. തേർഡ് വൺ, മൂന്നാമത്തെ ബാറാണ് ഇനി ചെയ്യാൻ പോണത്. 60 mm ഡയ ബാർ, 60 mm ഡയ ബാർ ഇൻ കോളം. കോളത്തിൽ വരുന്ന 60 mm ഡയ ബാർ ഫിഗർ നോക്കാം. എവിടെയാണ് 60 mm ഡയ ബാർ വരുന്നത് നോക്കൂ. വെർട്ടിക്കൽ ബാർ 6 numbers 60 mm ഡയ ബാർ, 6 numbers 60 mm ഡയ ബാർ. വെർട്ടിക്കൽ ബാർ 6 number 60 mm ഡയ ബാർ. അപ്പോൾ 6 നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് നമ്പർ ഡയറക്റ്റ് തന്നുകൊണ്ട് 6 നമ്പർ ആണെന്ന് ലഭിച്ചു. ഓക്കെ, ഇനി അതിന്റെ ലെങ്ത് കണ്ടെത്തണം. ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വരുന്നൊരു ബാർ, ഇതിൽ തന്നെ ഇത്രയും ഭാഗം സ്ക്വയർ ആയിട്ടുള്ള ഭാഗമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത്, മുകളിൽ ബീം വരുന്ന സമയത്ത് ഒരു ബാർ ഇങ്ങനെ 6 നമ്പർ ഇത്ര ലെങ്ത് ഉള്ള ബാർ വരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇത്രയും ലെങ്ത് 3.30 ഫിഗറിൽ ഡ്രോയിങ്സിൽ തന്നിട്ടുണ്ട്. ഇതൻ ഇത്രയും ഭാഗം 60 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 3.3 പ്ലസ് 60 ചെയ്താൽ 3.9 എന്നുള്ളത് ആക്ച്വൽ ലെങ്ത് കിട്ടും. പക്ഷെ അത് പോരാ, കാരണം ഈ ബാർ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ പോരാ, ഈ എന്താ പറയാ ഫൂട്ടിങ്ങിൽ വരുന്ന ഭാഗവുമായിട്ട് ഇതിനെ ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ 10 സെന്റിമീറ്റർ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്ത് വെക്കും. ഇവിടെയും ഈ ബാറും നമ്മുടെ ഈ ബീമിലെ ബാറും വരുന്ന ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 സെന്റിമീറ്റർ അതും പ്രൊജക്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വീടിന് മുകളിലൊക്കെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളിലെ പില്ലറിന്റെ മുകളിലൊക്കെ RCC വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ പില്ലറിന്റെ മുകളിൽ ബാർ എക്സ്ട്രാ
ചെയ്ത് കഴിഞ്ഞാലും എക്സ്ട്രാ ബാർ ആണ് പ്രൊജക്ട് ചെയ്ത് 4 ബാർ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ഇനി ശേഷം വരുന്ന വർക്കിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ ഈ ഫൂട്ടിങ്ങും ഈ കോളും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 10 സെന്റിമീറ്റർ അഡീഷണൽ എക്സ്ട്രാ പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ കോളവും ഈ ബീമും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 സെന്റിമീറ്റർ അഡീഷണൽ എക്സ്ട്രാ പ്രൊജക്ഷൻ അവിടെയും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കാണുമ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും? ലെങ്ത് ഈസ് ഈക്വൽ ടു 3.30, അതായത് ഈ ലെങ്ത് പ്ലസ് 0.60 6 സെന്റിമീറ്റർ 0.6. ഇനി ഇവിടെ ഒരു 10 സെന്റിമീറ്റർ പ്രൊജക്ഷൻ 0.1 പ്ലസ് ഇവിടെയും 10 സെന്റിമീറ്റർ പ്രൊജക്ഷൻ 0.1. ടോട്ടൽ ലെങ്ത് എന്നത് 4.1 മീറ്റർ. ഓക്കെ, 4.1 മീറ്റർ എന്നുള്ള ആൻസർ ലഭിക്കും. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്നുള്ളത് 24.60 മീറ്റർ. ഓക്കെ, അതാണ് 16 എമൗണ്ട് ആയ ബാറിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 24.60 മീറ്റർ. ഈ ലാസ്റ്റ് നാലാമത്തതിൽ വരുന്നൊരു ബാർ എന്നുള്ളത് ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു ബാറിനെ കുറിച്ച് സംസാരിച്ചു, ബോത്ത് വേയിൽ വരുന്ന ബാറിനെ കുറിച്ച് സംസാരിച്ചു, ഡബിൾ ബാറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഈ 60 എമൗണ്ട് ആയ ബാർ ഇവിടെ വരുന്നത് സംസാരിച്ചു. ഇനി അടുത്ത് വരുന്നത് സ്റ്റിറപ്സ് പോലെ ഈ കൊടുത്ത ബാറിനെ എല്ലാം ചുറ്റുന്ന ചുറ്റുകമ്പി പോലെയുള്ള ബാറിനെയാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് അതിന്റെ ഹെഡിങ് കൊടുക്കാം. 10 mm ഡയാ ബാർ ഇൻ ലാറ്ററൽ ടൈസ്. ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് കെട്ടുന്ന കമ്പി അല്ലെങ്കിൽ ചുറ്റുകമ്പി എന്ന രീതിയിലാണ്, റൗണ്ട് ഷേപ്പിലാണ്. അതും നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചുറ്റുകമ്പി ആണെങ്കിൽ പോലും അത് റൗണ്ട് ഷേപ്പിലാണ് നമ്മളതിനെ ചുറ്റുന്നത്, അല്ലെ? ഈ പില്ലറിന്റെ ഭാഗം നേരത്തെ പറഞ്ഞതിനെ ഇതിനെ ഇങ്ങനെ ചുറ്റുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ചുറ്റുന്നതും റൗണ്ട് ഷേപ്പിലെ വരിക. അപ്പം ലെങ്ത് അതിന്റെ പെരിമീറ്റർ കണ്ടെത്തേണ്ടി വരും. നമ്പർ നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമ്പർ കാണാം. ഞാൻ ആ ബാർ ഒന്നുകൂടെ ഫിഗർ കാണിക്കാം. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ കണ്ടില്ലേ? 1 2 3 4 5 ഈ സംഭവമാണ് നമ്മുടെ എന്ത് ബാർ, നമ്മൾ ഉദ്ദേശിച്ച ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഈ 10 mm ടയ ബാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ കാണാൻ വേണ്ടിയിട്ട് അത് എത്ര ലെങ്ത്തിലാണ് ടോട്ടൽ വരുന്നത് നോക്കണം. ടോട്ടൽ വരിക ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ ഇവിടെ മുതൽ ഇവിടം വരെ പ്ലസ് അതുപോലെ തന്നെ ഈ 3.30 ഇത്രയും ഭാഗത്താണ് നമ്മൾ ടൈ ചെയ്യേണ്ടി വരിക. കാരണം ഇത്രയും ഭാഗം നമ്മൾ മറ്റൊരു ഫൂട്ടിങ്ങിൻ്റെ ഭാഗം വരുന്ന ഭാഗമാണ്. ഇവിടെ മുതലാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്ത് പോകുന്ന ഈ ഭാഗത്ത് ഇവിടെ മുതൽ ഇവിടം വരെ, അതായത് ഈ ഫുൾ ലെങ്ത്തിൽ, ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ 3.30 അതുപോലെ തന്നെ 16 സെന്റിമീറ്റർ 3.90 സെന്റിമീറ്റർ. അപ്പോൾ നമ്പർ കാണാൻ വേണ്ടിയിട്ട് 3.90 അതിന് സ്പേസിംഗ് എന്നുള്ളത് ഇതിൽ തന്നിട്ടുണ്ട്, ഫിഗറിൽ തന്നിട്ടുണ്ട്. സ്പേസിംഗ് എന്നുള്ളത് പിച്ചാണ്. പിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈസ് 10 mm ഡയ 50 സെന്റിമീറ്റർ പിച്ച്. പിച്ച് എന്നുള്ളതാണ് അതിന്റെ സ്പേസിങ്. ഓക്കെ, അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബാർ ഇത് നമ്മുടെ സ്പേസിംഗ് ആണ് 15 സെന്റിമീറ്റർ. അതാണ് പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 0.15 നമ്മുടെ ഇക്വേഷൻ പോലെ തന്നെ ഇതിൽ സൈഡ് കവർ കുറയ്ക്കുക എന്നുള്ള വിഷയങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, 3.90 ഡിവൈഡ് ബൈ 0.15 പ്ലസ് 1. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 27 എന്നുള്ളതാണ്. 27 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ 27. എങ്ങനെയാണ് ടോട്ടൽ ലെങ്ത് 3.9 എടുക്കുന്നത് ശ്രദ്ധിക്കുക. അതിന്റെ സ്പേസിംഗ് 0.15 പ്ലസ് 1. ഓക്കെ, അത് പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ വരുന്ന ഭാഗമാണ് 27. ഇനി അതിന്റെ ടോട്ടൽ ലെങ്ത് കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ ഈ സർക്കിളിനെ റൗണ്ട് ചെയ്ത് വരുന്ന ചുറ്റുകമ്പിയാണ്. അപ്പോൾ ഒരു ചുറ്റുകമ്പിയുടെ ലെങ്ത് കണ്ടെത്തിയാൽ മതി. ഒരു ചുറ്റുകമ്പി കമ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സർക്കുലർ ഷേപ്പാണ്. ഇതിനെ ചുറ്റുന്ന കമ്പി വരുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലെങ്ത് ഈസ് ഈക്വൽ ടു പൈ ഡി എന്ന് പറയാം. പൈ ഇൻറ്റു ഡി. അപ്പൊ ഈ ലെങ്ത് കണ്ടെത്തണം. ലെങ്ത് ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു പൈ ഡി ആണ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയമീറ്റർ എന്നുള്ളത് ആക്ച്വലി ഇങ്ങനെ നോക്കൂ. ഈ ഡയമീറ്റർ എന്നുള്ളത് 0.30 ആണ്, അതായത് 30 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാർ വരുന്നത് ഇങ്ങനെ ആയിരിക്കും.
ഇങ്ങനെ വരുന്ന ബാറിനെ ചുറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമീറ്റർ യൂസ് ചെയ്യുക. ഈ ബാർ യൂസ് ചെയ്യാം, ലാറ്ററൽ ഡൈസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡയമീറ്റർ നമുക്ക് വേണ്ടത് 30 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്. ബാർ വരെ ഇത്രയുമാണ്. അതായത് ഈ 2 സൈഡ് കവർ കുറയ്ക്കണം. 30 സെന്റിമീറ്റർ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ, 30 മൈനസ് 2 സൈഡ് കവർ 2 × 4 സെന്റിമീറ്റർ, ടോട്ടൽ 22 വരും. 22 സെന്റിമീറ്റർ എന്ന് വരും. അതായത് 0.22 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡി കറക്റ്റ്. ഡി കിട്ടിയത് ശ്രദ്ധിക്കുക. ടോട്ടൽ 30 സെന്റിമീറ്റർ ആണ്. ഈ 30 നിന്നും 2 സൈഡ് കവർ കുറക്കണം. കാരണം നമ്മൾ സ്റ്റീൽ ബാർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ നമ്മൾ കോളത്തിന്റെ ബൗണ്ടറിയിലോട്ട് മീറ്റ് ചെയ്ത് വെക്കാറില്ല. ഒരു സ്പേസിങ് ഗ്യാപ്പ് ഇട്ടിട്ടേ ചെയ്യാറുള്ളൂ. ആ സ്പേസിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. 30 നിന്നും ഈ 4 കുറച്ചാൽ 22. അതാണ് നമ്മുടെ സ്റ്റീൽ ബാർ വരുന്ന ഈ ഭാഗത്തെ ഡയമീറ്റർ. പില്ലറിന്റെ അല്ലെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആ ഭാഗത്തിന്റെ ഡയമീറ്റർ 22 സെന്റിമീറ്റർ, 0.22 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കാണാം. L is equal to പൈ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ 0.22. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.70 മീറ്റർ. ഓക്കെ, അതായത് ലെങ്ത് എന്നുള്ളത് 0.70 മീറ്റർ. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 18.9 മീറ്റർ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ബാർ, മൊത്തം എത്ര ലെങ്ത് ബാർ വേണം എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ആയിട്ടുള്ള ബാറിന്റെ ലെങ്ത്തുകൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതിന് നമ്പർ 5 കൊടുത്തു, ഇതിന് 6, നാളത്തെ അവസാനിച്ച 4ലാണ് 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ 5 + 6 + 7 + 8 അങ്ങനെ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെയ്താൽ ആൻസർ ലഭിക്കും. ശരിക്കും ചെയ്യുന്ന സമയത്ത് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ടോട്ടൽ കിലോഗ്രാമിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക, എന്താണ് സം ചെയ്യാണ് വേണ്ടത്. ഓരോ കിലോഗ്രാമും ലഭിക്കുന്ന കിലോഗ്രാം എത്രയാണ് വെയിറ്റ്, അതിനെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വെയിറ്റ് നമുക്ക് സ്റ്റീൽ ബാർ വേണം എന്നുള്ള ആൻസർ ലഭിക്കും. സ്റ്റീൽ ബാറിന് വെയിറ്റിനായിരിക്കും പ്രൈസ് പറയാം. അപ്പോൾ ആ വെയിറ്റ് ഇൻറ്റു നമ്മുടെ പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ പ്രൈസും കാണാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. എത്ര ലെങ്ത് മീറ്റർ ബാർ വേണം, അതുപോലെ തന്നെ RCC വർക്ക് എത്രയാണ്, അതുപോലെ തന്നെ എർത്ത് വർക്കിന് എക്സ്കവേഷൻ എത്രയാണ്, അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. 3rd മൊഡ്യൂൾ എന്നുള്ളത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ മൊഡ്യൂളിലെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.